നാളെ ബജറ്റിൽ സംസ്ഥാനത്തിന് ക്ഷേമ കാര്യങ്ങളിലോ വികസന കാര്യങ്ങളിലോ അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിലോ നിക്ഷേപം നടത്താൻ കഴിയാത്ത പ്രതിസന്ധിയുണ്ട് എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനു കാരണമായി സംസ്ഥാനം ചൂണ്ടിക്കാണിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്രമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിന് മാത്രം കിട്ടേണ്ടതൊന്നും നൽകാത്തത് എന്നുള്ള ചോദ്യമായിരിക്കും നാളെ നിയമസഭയിൽ അലയടിക്കുക. അല്ല മധു അതിനുള്ള മറുപടിയാണ് 32-ാം പേജിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് കേരളത്തിന് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഇവര് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കൂടി ചേർന്ന് നിന്ന് ഒന്നിച്ച് കൈകോർത്ത് നടന്നിരുന്ന ഒരു UPA ഗവൺമെന്റിന്റെ കാലഘട്ടമുണ്ടല്ലോ, അന്ന് കിട്ടിയതിനേക്കാൾ എത്രയോ ഇരട്ടി തുക ഞാൻ വേണമെങ്കിൽ കണക്കെൻ്റെ കയ്യിലുണ്ട്. KN ബാലഗോപാൽ വയനാട്ടിൽ നിന്നുള്ളൊരു കോൺഗ്രസ് MLA ചോദ്യത്തിന് മറുപടിയായി കേരള നിയമസഭയിലെ കണക്കുകൾ വച്ചിട്ടുമുണ്ട്. 2014 മുതൽ 2023 വരെ കേന്ദ്ര സർക്കാർ നികുതി വിഹിതത്തിലും ഗ്രാൻഡ് മുഖാന്തരവും കേരളത്തിന് കൊടുത്ത പണത്തിൻ്റെ കണക്ക് ഞാനത് വേണമെങ്കിൽ വായിക്കാം. പക്ഷേ കണക്കുകൾ കൊണ്ട് ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട CPM സുഹൃത്തിനെ. അതുകൊണ്ട് UPA സർക്കാർ കൊടുത്ത പണവും NDA സർക്കാർ കൊടുക്കുന്ന പണവും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല. 10 വർഷം മുമ്പ് കൊടുത്തിരിക്കുന്ന പണം ഇരട്ടിയാണ് എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. നമ്മുടെ GDP വളരുകയാണ്, വിഹിതവും വളരേണ്ടത് തന്നെയാണ്, അതിലൊരു താരതമ്യമില്ല. അത് വളരെ അടിസ്ഥാനരഹിതമായ താരതമ്യമാണ്. അങ്ങേക്ക് മറ്റു പോയിന്റ് പറയാം. ഈ 32-ാമത്തെ പേജിൽ കൃത്യമായി പറയുന്നുണ്ട്. ശരിയാണ്, അതായത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് അടക്കം മൊത്തം റിലീസ് ചെയ്യുന്നതിന്റെ 16% കേരളത്തിലാണ് കൊടുക്കുന്നത് എന്നതടക്കമുള്ള അവകാശവാദങ്ങൾ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേ മധു, കാരണം കേരളത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ധനകാര്യ കമ്മീഷൻ കണക്കിലെടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം. അതുകൊണ്ടല്ലേ ധനകാര്യ കമ്മീഷന് ഇത്രയും പണം കേരളത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞേ. ആ പൈസ പിടിച്ചു വെക്കാതെ കൊടുത്തിട്ടില്ലേ? ചോദിക്കുന്നതിന് മുമ്പ് കൊടുത്തിട്ടില്ലേ? ഒരിക്കലുമില്ല. പിന്നെ GST കോമ്പൻസേഷൻ്റെ കാര്യം അതിപ്പോൾ ഇവിടെ ചർച്ചാ വിഷയമായതുകൊണ്ട് സൂചിപ്പിക്കുക. GST നടപ്പിലാക്കുന്ന സമയത്ത് പിണറായി സർക്കാർ പോലും അംഗീകരിച്ചു 5 വർഷത്തേക്കാണ് കോമ്പൻസേഷൻ കിട്ടുക എന്നത്. ആ ധാരണയുടെ പുറത്താണ് GST നടപ്പിലാക്കിയത്. അതിൻ്റെ ഓരോ തീരുമാനത്തിലും കേരളത്തിലെ ധനകാര്യമന്ത്രിക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. GSTയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി മറന്നുകൂടാ. GST കൗൺസിൽ ഇതുവരെ എടുത്ത എല്ലാ തീരുമാനവും കോൺസെൻസസ് മുഖേനയാണ്, യുനാനിമസ് ആയിട്ടാണ്. ഒരിക്കൽ പോലും GST കൗൺസിലിൽ ഒരു തീരുമാനം എടുക്കാൻ വോട്ടെടുപ്പ് വേണ്ടി വന്നിട്ടില്ല. അത്രയും ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന GST കൗൺസിലിൻ്റെ തീരുമാനം പുറത്തു വന്നിട്ട് അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങളത് സമ്മതിച്ചിരുന്നതാണ്, പക്ഷെ 5 കൊല്ലം കൂടി വേണം, 6 കൊല്ലം കൂടി വേണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള, അത് നടപ്പിലാക്കാനുള്ള ബാധ്യതയും ചുമതലയും ഒരു സർക്കാരിനുമില്ല, ഒരു കേന്ദ്ര സർക്കാരിനുമില്ല. അത് CPM-നും അറിയാം. അത് ചൂണ്ടിക്കാണിക്കാതെ വയ്യ. പിന്നെ മാധു ചോദിച്ച കാര്യം, കേരളത്തിൽ വികസനം നടപ്പിലാവണമെങ്കിൽ 2 കാര്യങ്ങളുണ്ട് മാധു. ഒന്ന്, CPM-ൻ്റേതടക്കം രാഷ്ട്രീയ നിലപാടുകൾ മാറണം. ഇവരിപ്പോൾ 5-8 കൊല്ലമായില്ലേ ഭരണത്തിൽ വന്നിട്ട്? ഏതെങ്കിലും ഒരു 1000 പേർക്ക് തൊഴിൽ കൊടുക്കാവുന്ന ഒരു കമ്പനി കേരളത്തിൽ ഇവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? ഏത് പദ്ധതിയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്? ഇവർ നാട് മുഴുവൻ നടന്നു, അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ ആരാ കേരളത്തിൽ പണം മുടക്കാൻ വരുന്നേ? കേരളത്തിലുള്ളവർ പോലും പണം മുടക്കാൻ കേരളത്തിന് പുറത്തേക്ക് പോകുന്ന സ്ഥിതിയില്ലേ? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മക്കൾക്ക് കമ്പനി തുടങ്ങാൻ ബാംഗ്ലൂരാണ് താല്പര്യം ഉണ്ടായത്. എന്തുകൊണ്ടായിരിക്കാം? ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇതാണ് കേരളത്തിൻ്റെ പൊതു അവസ്ഥ. ഇവിടെ നിക്ഷേപിക്കാൻ വരുന്നവരെ ബൂർഷ്വാസിയായിട്ട് കാണുകയും അവനെ തെരുവിൽ നേരിടുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ഇവർ വളർത്തിയിട്ടുണ്ട്. അതിൽ മാറ്റം വരുത്താൻ കുറേ ശ്രമങ്ങൾ ശരിയാണ് പിണറായി ഗവൺമെൻറ്റിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. നോക്കുകൂലിയിൽ നിർത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടേക്ക് ആരും വരുന്നില്ല. ആ വസ്തുത നമ്മൾ അംഗീകരിക്കണ്ടേ? ഇവർ എന്ത് നടപടി സ്വീകരിച്ചാലും കേരളത്തിൽ നിക്ഷേപം നടത്താൻ ആളുകൾ വരാത്തിടത്തോളം കാലം കേരളത്തിന് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടത് രാഷ്ട്രീയമായിട്ട് ഒരു രാഷ്ട്രീയ സംസ്കാരം പുതിയത് കൊണ്ടുവരാൻ CPM ശ്രമിക്കണം. അതിന് അവരെ കൊണ്ട് കഴിയില്ല എന്ന് കഴിഞ്ഞ 8 വർഷം കൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ
സാമ്പത്തിക സ്ഥിതിക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ ഇവിടെ വരുമാനം കൂട്ടാനുള്ള ശ്രമങ്ങൾ വേണം. Okay. നമുക്ക് ശരി, ചില ശരി, ചില ശരി, കെവിൻ. Okay. പ്രധാനപ്പെട്ട ഏരിയ ഉണ്ട് ഇന്ത്യക്ക്, കേരളത്തിന് ശ്രദ്ധിക്കാം. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം.